ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ആർഗെനിക്സ്. ഇറ്റ്സ് മീ സെനിൻ വടകൻ. മക്കളെ, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്ത വർഷത്തെ എക്സാം എങ്ങനെയായിരിക്കും, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ 9ൽ നിന്നും 10ലേക്ക് എത്തിയ കുട്ടികളാണ്. നമ്മളിപ്പോൾ ഏപ്രിലേ പഠിച്ചു തുടങ്ങേണ്ട ആവശ്യമുണ്ടോ? നമുക്കൊരു സ്റ്റഡി പ്ലാൻ ഒക്കെ വേണ്ടേ? യെസ്, ഇതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം നമ്മൾ 9ൽ നിന്നും 10ലേക്ക് വരുന്ന കുട്ടികൾക്കുള്ള കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സും അതുപോലെ തന്നെ നമ്മുടെ ചാപ്റ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും ലൈവുകളും ഷോർട്സുകളും ഒക്കെ നമ്മൾ ഈ ഒരു ചാനൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ആദ്യം എനിക്ക് പറയാനുള്ളത്, 9ാം ക്ലാസ്സിൽ നിന്നും 10ാം ക്ലാസ്സിലേക്ക് എത്തിയ കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 10ാം ക്ലാസ് പഠിക്കാൻ ജൂണൊക്കെ ആയിട്ട് തുടങ്ങിയാൽ മതി. അതിൽ സംശയമൊന്നുമില്ല. ഇപ്പം കളിക്കേണ്ട സമയമാണ്, വെക്കേഷനാണ്. വെക്കേഷൻസ് നിങ്ങൾക്ക് കളിച്ച് നടക്കേണ്ടതുണ്ട്, ഒക്കെ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ 10ാം ക്ലാസ്സിൽ ജൂണിൽ ആരംഭിക്കുന്ന സമയത്ത്, 10ാം ക്ലാസ് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ 9 വരെ പഠിച്ചിട്ടുള്ള 10ൽ ആവശ്യമുള്ള കുറച്ച് ബേസിക് കോൺസെപ്റ്റുകളുണ്ട്. അത് നിങ്ങൾക്ക് ക്ലിയർ ആണോ എന്ന് നിങ്ങൾ നോക്കണം. അത് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ ബേസിക് കോൺസെപ്റ്റുകൾ ക്ലിയർ ആക്കണം. ബേസിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ, എൻ്റെ മാത്തമാറ്റിക്സിൻ്റെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ, കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും നമ്മൾ പഠിച്ചിരിക്കണം. അത് വ്യത്യസ്ത നമ്പറുകളുണ്ട്, ഫ്രാക്ഷൻ നമ്പർ, ഡെസിമൽ നമ്പേഴ്സ്, ഇറാഷണൽ നമ്പേഴ്സ്, ഇങ്ങനത്തെ കുറേ വ്യത്യസ്ത നമ്പറുകളുണ്ട്. ഈ ഒരു ബേസിക് കോൺസെപ്റ്റ് നിങ്ങൾ റെഡി ആണെങ്കിൽ നമ്മുടെ കൂടെ നിങ്ങൾ നിന്ന് തന്നാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്താക്കും, നമ്മൾ A+ എത്തിച്ചിരിക്കും. അതുപോലെ തന്നെ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ പോകുന്ന സമയത്ത് നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അതില്ലാതെ നമ്മൾ എന്താക്കരുത്, ബേസിക് കോൺസെപ്റ്റ്സ് ഇല്ലാതെ നമ്മൾ ഒരിക്കലും 10ാം ക്ലാസ് ഒറ്റയടിക്ക് ജൂണിൽ തുടങ്ങി അങ്ങ് തീർത്തേക്കാം, A+ വാങ്ങിയേക്കാം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അപ്പം എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, ജൂൺ മാസത്തിലൊക്കെ പഠനം തുടങ്ങിയാൽ മതി. എങ്ങനത്തെ കുട്ടികൾ 9 വരെയുള്ള കോൺസെപ്റ്റുകൾ മുഴുവൻ നിങ്ങൾക്ക് സെറ്റാണ് എന്നുണ്ടെങ്കിൽ. അല്ലാത്ത വശം നിങ്ങൾ ജൂണിൽ ഓടി തുടങ്ങിയാൽ ഈ പറയുന്ന മാർച്ച് ആകുമ്പോഴേക്കും നിങ്ങൾ എവിടെ എത്തില്ല, ഈ പറയുന്ന A+ വാങ്ങുന്ന കുട്ടികളുടെ കൂട്ടത്തിലേക്ക് നിങ്ങൾ എത്തില്ല. സോ എൻ്റെ മക്കൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ A+ കിട്ടണം എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഈ വരും മാസങ്ങളിൽ, അതായത് ഏപ്രിൽ മെയ്യിലൊക്കെ നമ്മളൊരു ഹാഫ് ആൻ അവർ നമ്മുടെ ബേസിക്സ് ഒക്കെ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടും സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ കൂടെ നിന്ന് തരണം. സോ ഞങ്ങളുടെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയിട്ട് വരുന്നതാണ്. എല്ലാ കുട്ടികൾക്കും ഫുൾ A+ തന്നെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇറ്റ്സ് മീ സെനിൻ വടകൻ സൈനിങ് ഓഫ് ഫ്രം ആർകെനെക്സ്. ബൈ, സീ യു ലേറ്റർ.